പലർക്കും മറ്റുള്ള അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എത്തിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ഫ്ലോട്ടിംഗ് വാട്ടർ പ്ലാന്റ്സിൻ്റെ ഒരു മെയിൻ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇവിടെ കാണുന്ന ഈ പ്ലാന്റുകൾ എല്ലാത്തിലും നിറച്ച് ഫ്ലോട്ടിംഗ് വാട്ടർ പ്ലാന്റ്സ് ഉണ്ട്. അപ്പോൾ മുകളിൽ നമ്മളിങ്ങനെ വെള്ളത്തിന് മേലെ ഇങ്ങനെ നമ്മൾ നട്ട് വയ്ക്കാതെ ഇങ്ങനെ പടർന്ന് കിടക്കുന്ന വെറൈറ്റീസിന് നമ്മൾ പറയുന്ന പേരാണ് ഫ്ലോട്ടിംഗ് വാട്ടർ പ്ലാന്റ്സ്. അപ്പോൾ അതിനെ നമുക്ക് ഓരോ പ്ലാന്റായിട്ട് കാണാം. അതിൽ ഏറ്റവും സത്യം നമുക്ക് ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടൊരു വെറൈറ്റിയാണ്. ഇതിൻ്റെ പേരാണ് നമ്മുടെ റെഡ് റൂട്ട് ഫ്ലോട്ടർ. ഇതിൻ്റെ മുകളിൽ നമുക്ക് തിരിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു ചുവപ്പ് കളറാണ് അതിൻ്റെ റൂട്ടാണ്. സോ അതുകൊണ്ടാണ് ഇതിനെ റെഡ് റൂട്ട് ഫ്ലോട്ടർ എന്നറിയപ്പെടുന്നത്. പിന്നെ നമ്മുടെ വെയിലിൻ്റെയൊക്കെ ഒരു ഇൻറ്റൻസിൻ്റെ വ്യത്യാസത്തിൽ ഇത് നല്ല രീതിയിൽ ചുവപ്പായിട്ട് മാറും. ഇത് മാത്രം നിൽക്കുന്ന ഒരു പ്ലേസ് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇതിൻ്റെ കൂടെ കിടക്കുന്നതാണ് ഇതാണ് അസോള. അപ്പോൾ അസോളയും നമ്മുടെ കയ്യിൽ സെയിലിനുണ്ട്. അസോള ഒരു ഫ്ലോട്ടിംഗ് വാട്ടർ പ്ലാന്റ് ആണ്. എനിക്ക് ഏറ്റവും കൂടുതൽ രൂപ തന്നിട്ടുള്ള ഒരു വെറൈറ്റിയാണ് അസോള. കാരണം ഏകദേശം ഒരു 2 ലക്ഷം രൂപയ്ക്ക് മുകളിൽ നമ്മൾ അസോള മാത്രം സെയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അസോള. പിന്നെ ഇതാ ഈ കാണപ്പെടുന്ന ഒരു പ്ലാന്റിൻ്റെ പേരാണ് നമ്മുടെ ഫ്രോഗ് ബൈറ്റ് എന്നറിയപ്പെടും. ഫ്രോഗ് ബൈറ്റ് നമുക്ക് നോർമലി ഇങ്ങനെ നമ്മൾ ഇട്ടിരുന്ന് കഴിഞ്ഞാൽ നല്ല വലിയ പ്ലാന്റ് ആയി പോകും. പിന്നെ നമുക്ക് ബാക്കിയുള്ള പ്ലാന്റ്സിന് നിൽക്കാൻ പോലും ഒരു അവസരം കൊടുക്കില്ല, മണ്ണിൽ വേരിറങ്ങിക്കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് ഞാൻ നോർമലി നമ്മുടെ ഈ ഫ്രോഗ് ബൈറ്റിന് ഞാൻ ഇതുപോലെ ഓവർ വെയിലില്ലാത്തൊരു സ്പോട്ട് കണ്ടുപിടിച്ചിട്ട് അതിലേക്കാണ് ഇപ്പോൾ സെറ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ നമുക്ക് കുഞ്ഞു പ്ലാന്റ് ആയിട്ട് തന്നെ കിട്ടും. അതിൻ്റെ ആ ഒരു പ്ലാന്റിൻ്റെ ഓവറായിട്ട് വളരാതെ ഒരു മീഡിയം ലെവലിൽ നമുക്ക് വളർന്ന് കിട്ടും. ഓക്കെ. പിന്നെ അടുത്തുള്ള ഒരു ഫ്ലോട്ടിംഗ് വാട്ടർ പ്ലാന്റ് എന്ന് നമുക്ക് പറയുമ്പോൾ അതിൽ പറ്റിയൊരു പ്ലാന്റാണ് ഈ ഒരു പ്ലാന്റ്. ഈ കുഞ്ഞായിട്ട് കാണുന്നില്ല, ഇതിൻ്റെ പേരാണ് നമ്മുടെ മൈക്രോ ഡക്ക് വീഡ്. ഇതിൻ്റെ കുറച്ച് വലിയ ടൈപ്പ് ഉണ്ട്. ഈ വലിയ ടൈപ്പ് ഒത്തിരി ഇടയ്ക്ക് 200-300 രൂപയ്ക്ക് ആൾക്കാർ ഇതിൻ്റെ വലുത് വാങ്ങിച്ചുകൊണ്ട് പോയി. അങ്ങനെ എൻ്റെ ഇപ്പോൾ സ്റ്റോക്ക് കുറച്ച് കുറവാണ്. കാണിച്ചു തരാൻ വേണ്ടി കുറച്ച് പ്ലാന്റ് ഉണ്ട്, അതൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പം പറഞ്ഞാൽ റെഡ് റൂട്ട് ഫ്ലോട്ടർ എന്ന് പറഞ്ഞ വാട്ടർ പ്ലാന്റ് ആണ്. ഇത് അത്യാവശ്യം നിറച്ച് ക്വാണ്ടിറ്റി ഉണ്ട്, റെഡ് റൂട്ട് വാട്ടർ പ്ലാന്റ്. പിന്നെ വേറെ വാട്ടർ പ്ലാന്റ്സ് ഉണ്ട്. അപ്പോൾ അത് ഞാൻ കാണിക്കുന്നത് നമുക്ക് ഫ്ലോട്ടിംഗ് പ്ലാന്റ്സ് കാണിക്കുന്നത് മാത്രമാണ് ഇന്നത്തെ വീഡിയോ. പിന്നെ ഫ്ലോട്ടിങ്ങിൽ മറ്റൊരു വെറൈറ്റിയാണ് നമ്മുടെ ഈ ഒരു ഗപ്പി ഗ്രാസൊക്കെ. ഫ്ലോട്ടിങ്ങിൽ തന്നെ നമുക്കൊരു പരിധി വരെ പറയാം. കാരണം ഇത് ഫ്ലോട്ടിങ്ങും ആണ്, അതോടൊപ്പം അടിയിൽ വേര് പിടിക്കും, മുകളിൽ ഇങ്ങനെ വന്ന് ജസ്റ്റ് ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു ടൈപ്പാണിത്. വേരില്ലെങ്കിൽ പോലും ഫ്ലോട്ട് ചെയ്ത് നിൽക്കാൻ വേണ്ടി കഴിവുണ്ട്. റെഡ് റൂട്ട് ഫ്ലോട്ടറിൻ്റെ ആ ഒരു ചുവപ്പ് റൂട്ട് നല്ലതായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. പിന്നെ നമ്മളതിലുള്ള ഫ്ലോട്ടിംഗ് പ്ലാന്റ്സ് വരുമ്പോൾ റെഡ് റൂട്ട് ഫ്ലോട്ടർ ഇതിലൊക്കെ അടിപൊളി റെഡ് എന്ന് പറഞ്ഞാൽ റെഡിൻ്റെ ഇൻറ്റൻസ് ഇറങ്ങി വന്ന് നിൽപ്പുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ ഡക്ക് വീഡിൻ്റെ വലിയ ഡക്ക് വീഡ്, നോർമൽ ഡക്ക് വീഡ് അല്ല, ഇത് വലുതാണ്. ഓക്കെ. അപ്പോൾ ഇതും കൂടെയാണ് നമ്മൾ ഫ്ലോട്ടിംഗ് വാട്ടർ പ്ലാന്റ്സ് മെയിനായിട്ട് നമുക്ക് സെയിലായി പോകുന്ന ഫ്ലോട്ടിംഗ് വാട്ടർ പ്ലാന്റ്സ്. അപ്പോൾ താല്പര്യമുള്ളവരൊന്ന് കോൺടാക്ട് ചെയ്യുക. ഇതിനകത്ത് നമുക്ക് വയ്ക്കാൻ വേണ്ടി പറ്റി ഇതുപോലെ അടിപൊളിയായിട്ടുള്ള നിറച്ച് വാട്ടർ പ്ലാന്റ്സ് ഒക്കെ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് അവൈലബിൾ ആണ്. അപ്പോൾ താല്പര്യമുള്ളവരൊന്ന് കോൺടാക്ട് ചെയ്താൽ മാത്രം മതി ഫ്രണ്ട്സ്. അപ്പോൾ ഇതുപോലെ നമുക്ക് അക്വേറിയത്തിനകത്ത് സെറ്റ് ചെയ്യാൻ പറ്റിയ പ്ലാന്റ്സ്, പിന്നെ അതുപോലെ നമ്മൾ ഔട്ട്ഡോർ സെറ്റ് ചെയ്യുന്നത് എല്ലാ വെറൈറ്റി നമ്മൾ വാട്ടർ പ്ലാന്റ്സ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, ബൈ.